നിങ്ങൾക്കൊരു സാധനം കാണണമെങ്കിൽ കാണിച്ചാൽ നല്ല സൂപ്പറായ ഒരു സംഗതിയാണിത്. കാരണം ഇത് നമ്മളെ തായ്ലാൻഡ് ചാമ്പയ്ക്കാണ്. ഇതിപ്പോൾ നിറച്ചും പൂത്ത് കായ്ച്ച് കിടക്കുകയാണ്. കുറേയൊക്കെ തൊഴിഞ്ഞു പോയെങ്കിലും ബാക്കി മിച്ചമുള്ളത് ബാക്കി നിന്ന് ശരിക്കും കായ്ച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് കുറേ ഞാനും കഴിക്കാറുണ്ട്. നല്ല രസമാണ്. ഇപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറിച്ച് കൊടുക്കാനുള്ള ഇത് കുറച്ചുകൂടെ വലുതായിട്ട് സൈസായി വരുന്നതേ ഉള്ളൂ. ചെറുതായതേ ഉള്ളൂ. നല്ല വലുത്. ഒരെണ്ണം ഇങ്ങനെയുള്ള ഒരു 100 ഗ്രാം കണക്കാക്കിയൊക്കെയാണ് സംഗതി അതിൽ വരുന്നത്. പക്ഷേ ഇത് കയറി പറിച്ച് എടുക്കാൻ നല്ലത് നോക്കി പറിക്കാനുണ്ട്. പക്ഷെ എന്നാലും കുറേ കൂടെ കഴിഞ്ഞാലേ വിളഞ്ഞ് കിട്ടുകയുള്ളൂ. നിരത്തി കയറാനൊക്കെ പേടിയാണ്. കാരണം നമ്മൾ വയസ്സകായ ആളുകളാണ്. അതുകൊണ്ട് നിരത്തി കയറുന്ന ഒരു പ്രായമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴേ പയ്യന്മാർക്ക് പറ്റിയ മരമാണെങ്കിലും ഞാൻ കയറി പറിച്ച് എടുക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നാലും കയറുകയാണ്. ഇത് ചെറിയ സൈസാണെങ്കിലും ചുവപ്പ് ശരിക്കും നല്ല ചുവന്ന് വരും. നമ്മളെ നാടൻ ചാമ്പയ്ക്കയുടെ അത്ര നല്ല ചുവന്ന് വരും. ഇത് നാടൻ ചാമ്പയ്ക്കയാണെങ്കിലും ഇതിപ്പോൾ ചുവപ്പ് കളറാണെങ്കിലും കുറച്ചുകൂടെ നീണ്ടു വരും. ഇത് ചെറുതായി ഇപ്പോൾ നമ്മുടെ നാടൻ ചാമ്പയ്ക്കയുടെ അതേ ഇതായിപ്പോയി. കണ്ടവനം നിൽപ്പുണ്ട്. കുറേയൊക്കെ തൊഴിഞ്ഞു പോയി. മഴ പെയ്ത് കുറേയൊക്കെ തൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറിച്ചൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോഴെപ്പോഴുള്ള പിള്ളേരൊക്കെ വരും, വന്നു കുറച്ചൊക്കെ തിന്നും. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ചാമ്പരക്കരെ മുട്ടൊന്നും മാറില്ല. തോട്ട എടുത്തുകൊണ്ട് വന്ന് പറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കും. പറ്റുന്നില്ല, എന്നാലും പിടിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴും. ഈ സൈസ് ആവാണ്ട് രക്ഷപ്പെട്ട്. എൻ്റെ ചെറിയ മരത്തിൻ്റെ മണ്ടയിൽ കയറിയെങ്കിലും പേടിയാണ്. ചാമ്പയ്ക്ക കൊള്ളാം. നല്ല ഈ ചൂട് സമയത്ത് നല്ല ചാമ്പയ്ക്ക നല്ല മധുരമുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഒരു 5 എണ്ണം കഴിച്ചാൽ ദാവമൊക്കെ തീരുന്ന കണക്കിനുള്ള ചാമ്പയ്ക്കുണ്ട്. കൊള്ളാം. ചെറിയ കസർപ്പുണ്ട്, എന്നാലും കുറേ കൂടെ വലുതായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കസർപ്പങ്ങ് മാറും. ഇത് അരപ്പരുവായാലും ഉപ്പും കൂടെ ഇട്ട് ചാച്ച നന്നായിരിക്കും. ഇഷ്ടം പോലെ നിൽക്കുകയാണ്. ഈ സൈഡിൽ ഇങ്ങനെ ഇതിങ്ങനെയല്ല, കണ്ടോ? ഇതിങ്ങനെയല്ല, മൊത്തത്തിലൊരു കമലത്തിൽ ഇത്രയും കിടക്കുകയാണ്. കണ്ടോ? ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എത്തിപ്പറിച്ചൊക്കെ കഴിക്കാം. പക്ഷേ സൈസായില്ല. കുറച്ചുകൂടെ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ നല്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാക്ക വന്ന് കിടന്ന് കുറച്ച് കളയും. പിന്നെ രാത്രി വവ്വാൽ വരും. വവ്വാൽ കഴിച്ചോണ്ട് ഞങ്ങൾ തറയിടും. പാതി കളിച്ചിട്ടങ്ങ് പോകും. ബാക്കി തറയെടുക്കുക. അത് നമ്മൾ എടുക്കില്ല. കാരണം ഇപ്പം നിപ്പയുടെ പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് നമ്മൾ തറയിൽ കിടക്കുന്ന ഒന്നും ഇട്ട് കഴിക്കാറില്ല. വവ്വാൽ കറച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും തറയെന്ന് എടുക്കില്ല. ആ ഒരു പണ്ടൊക്കെ ആളുകൾ വവ്വാൽ കടിച്ചാലും തറ വന്നാലും കൊണ്ടുവന്നൊക്കെ അതൊക്കെ ചെത്തി പറിക്കി തിന്നു. അന്നൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ന് വവ്വാൽ കഴിച്ചിട്ട് ഇട്ട് ആ സാധനം കടിച്ചു കഴിഞ്ഞാൽ അപ്പം നിപ്പയുടെ
പ്രശ്നങ്ങളുണ്ടാകും. ആശുപത്രി കിടന്ന് സീരിയസ് ആവും.